എല്ലാവർക്കും നമസ്കാരം. കോടാലിയിലെ കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി മകൻ അനോഷ് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ അതിതീവ്രവാദത്തിൽ ചികിത്സയിലാണ്. ആ കുട്ടിക്ക് ഉടനെ തന്നെ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പാമ്പുകടി കുട്ടികൾക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിൽ 6:30-ക്കാണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇളയ മകൻ അൽജോ മരണപ്പെട്ടിരുന്നു. മൂത്ത മകൻ അനോഷിനെ ഉടനെ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മാതാപിതാക്കൾ വീട്ടിൽ വന്ന് റൂം തുറന്നു നോക്കുമ്പോഴാണ് ഈ പാമ്പിനെ കാണുന്നത്. അതിനെ തുടർന്നാണ് കുട്ടിക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ട് എന്നുള്ളതിൽ ആന്റിബയോൺ ഉൾപ്പെടെയുള്ള ചികിത്സാ രീതികൾ ആരംഭിക്കുന്നത്. എന്നാൽ തുടക്കത്തിലെ തന്നെ കുട്ടിയുടെ ശരീരത്തിൽ വല്ലാതെ നീര് വന്നു. ധാരാളം സമയം കഴിഞ്ഞിരുന്നു. കാലത്ത് ഏകദേശം ഒരു 6:30-ക്ക് ശേഷം പിന്നെ ഒരു 10 മണിയോട് കൂടിയാണ് ഈ സംഭവമൊക്കെ അറിയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ കുട്ടിക്ക് ഇന്റേണൽ ഓർഗൻസിന് ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീർച്ചയായിട്ടും ഈ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കോടാലിയിലെ കാവുങ്ങ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മകൻ അനോഷ് ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുഴുവനായിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കും. ഒരു കുടുംബത്തിലെ 3 മക്കളാണ്. മൂത്ത മകൾ ഏഞ്ചൽ, രണ്ടാമത്തെ മകനാണ് അനോഷ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. മൂന്നാമത്തെ കുട്ടി അൽജോ മരണപ്പെട്ടിരിക്കുന്നു. വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷൻസ് ആണ് കോടാലിയിലെ ഈ കാവുങ്ങൽ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാലത്ത് 6:30-ക്ക് സെൻറ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് തലേ ദിവസം വൈകിട്ട് ഫംഗ്ഷൻ വന്നതിന് ശേഷം വീട്ടിലുണ്ടാക്കി കഴിച്ച ഷെയ്ക്കിന്റെ അനന്തരഫലങ്ങളായിരിക്കും ഇതെന്നാണ്. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അപ്പോഴേ ഒന്ന് ചിന്തിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആദ്യം ചെന്ന ഹോസ്പിറ്റലിൽ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വളരെയധികം എല്ലാവരും നടുങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ കുട്ടികൾക്ക് ഈ പാമ്പിന്റെ കടിയേറ്റെന്ന് പറയും. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഈ മുൻപിലും പിറകിലൊക്കെ ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പിറകുവശത്തൊക്കെ നമ്മൾ ധാരാളം വസ്ത്രങ്ങൾ അലക്കാനിടും. അങ്ങനെ നിരന്തരമായ സംഭവങ്ങൾ. നമ്മൾ ഈ വസ്ത്രങ്ങൾ അലക്കിയതിന് ശേഷം തിരിച്ച് എടുക്കുമ്പോഴൊന്നും ശ്രദ്ധിക്കില്ല. അതുപോലെ ഈ വള്ളികൾ പടർത്തിയിടുന്ന സംഭവം, സ്വാഭാവികമായിട്ടും ഇതിൽ നിന്നും പാമ്പുകൾക്ക് കയറാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ വീടുകളുടെ മുൻവശത്ത് നമ്മുടെ പാരപ്പറ്റുകളിലൊക്കെ തന്നെ വളരെ മനോഹരമായിട്ട് വള്ളിപ്പടർപ്പുകൾ അതൊക്കെ പടർന്ന് പന്തലിച്ച് എത്ര മനോഹരമായെന്ന് അറിയാം പൂക്കളെ കാണാൻ. പക്ഷേ അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിന്റെ അകത്തുകൂടെ ഈ വക പാമ്പുകൾക്ക്, വളരെ കുഞ്ഞു പാമ്പ്, നിങ്ങൾ കാണുന്നില്ല ഈ പാമ്പ്, ഒരു ചെറിയ എത്ര സെന്റിമീറ്റർ ഉണ്ടാവും ആ സാധനമാണ് ഈ 2 കുട്ടികളെയും അവരുടെ ജീവൻ അപഹരിക്കുന്നതിലേക്കൊക്കെ ഈ പാമ്പിന്റെ ഈ വിഷം, കൊച്ചു വിഷം ചെന്നത്. കൊച്ചു പാമ്പാണെങ്കിൽ അത് ഇങ്ങനെ ജീവഹാനി വരത്തക്ക രീതിയിലുള്ള ശക്തിമാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളുടെ മുന്നിൽ പടർത്തി വിട്ടിരിക്കുന്ന വള്ളിപ്പടർപ്പുകളെ കണ്ട് സന്തോഷിക്കുമ്പോൾ അപകടം അതിൻ്റെ ഉള്ളിൽ കൂടെ വരാൻ സാധ്യതയുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ഇത് ഈ വെള്ളിക്കട്ടൻ, ശംഖുവരയൻ എന്ന പാമ്പ്, ക്രൈറ്റ്സ് എന്ന ഇനത്തിൽപ്പെടുന്ന ഒരു പാമ്പാണ്. നമുക്കറിയാം, രാജവെമ്പാല, മൂർക്കൻ, അണലി, അതുപോലെ ക്രൈറ്റ്സ്. ഇത് വളരെ ചെറിയ പാമ്പാണ്. ഈ പാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കടിച്ചു കഴിഞ്ഞാൽ പാടുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്ന അനോഷിന്റെ ശരീരഭാഗങ്ങളിൽ ഒന്നും തന്നെ ഒരു പാടുമില്ല. പക്ഷേ ഈ വിഷം ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ ബ്രെയിനെ ബാധിച്ചിട്ടുണ്ട്, അതുപോലെ ആന്തരികാവയവങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ശസ്ത്രക്രിയയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഈ ആന്തരികാവയവങ്ങളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ശസ്ത്രക്രിയ ആരംഭിച്ചിട്ടുള്ളത്. ആ കുട്ടി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മാതാപിതാക്കളുടെ മാറത്തടിച്ചുള്ള നിലവിളികൾ, നാട്ടുകാരുടെ നിലവിളികൾ, അയൽവക്കക്കാർ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ജനപ്രതിനിധികൾ എല്ലാവരും ഈ കോടാലിയിലെ കാവുങ്ങൽ വീട്ടിൽ എന്താണ് ഈ കുട്ടികൾക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു രീതിയിലാണ്. തീർച്ചയായിട്ടും തിരിച്ചു വരട്ടെ, അനോഷ് തിരിച്ചു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാം. ഈ സമയത്താണ് മനുഷ്യൻ ബലഹീനനാകുന്നത്. നമ്മുടേതായ ബുദ്ധിമുട്ടുകളും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴാണ് എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ മുറുകെ പിടിക്കുന്നത്. ആ കുട്ടിയെ നോക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ തന്നെ സമർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. ആ കുടുംബത്തിന്റെ ഏകത്താണി എന്ന നിലയിൽ ആ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടവൻ, ആ 3 കുട്ടികളിൽ ഒരു കുട്ടി മരിച്ചു, ഒരു കുട്ടി ഇപ്പോൾ ചികിത്സയിൽ. തീർച്ചയായിട്ടും നല്ല വാർത്തയ്ക്കായി നമുക്ക് കാതോർക്കാം. നന്ദി, നമസ്കാരം.